നാഷണൽ ടെക്നോളജി ഡേ ആയിക്കൊണ്ട് നമ്മുടെ അരിയനിലെ കുട്ടികളുടെ ടെക്നിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള നോളജ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ? അത്ഭുതമായി തോന്നിയ ടെക്നോളജി എന്തുകൊണ്ട് പറയും? പണ്ടൊക്കെ എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ ഒരു ചെറിയൊരു ലെറ്റർ എഴുതാൻ തന്നെ നമ്മൾ തന്നെ ഇരുന്ന് എഴുതി ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ ഗൂഗിൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഇന്ന് കോപ്പി അടിക്കണം. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള എന്താ പറയാ പ്രോംപ്റ്റ് കൊടുത്താൽ മതി. ലെറ്റർ തൊട്ട് ഒരു അക്കാഡമിക് പ്രോജക്റ്റ് വരെ AI വെച്ച് ഉണ്ടാക്കാം നമ്മുടെ പ്രോംപ്റ്റ് വെച്ച്. പിന്നെ ഇമേജസ് ആണെങ്കിലും ജനറേറ്റ് ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ ഫോട്ടോഷോപ്പ് വെച്ചിപ്പോ മാനിപ്പുലേഷൻ പഠിക്കുന്നത് ഇപ്പം AI വെച്ച് ചെയ്യാം. അങ്ങനെ AI ടെക്നോളജീസ് നമ്മൾ ഒരുപാട് ടെക്നോളജീസ് നമ്മുടെ ലൈഫിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ അതിന് അത്ഭുതമായി തോന്നിയ ടെക്നോളജി ഏത്? ഇന്റർനെറ്റ് തന്നെ ഒരു അത്ഭുതമാണ്. പഠിക്കുന്ന സമയത്ത് എടുക്കുമ്പോൾ ഇപ്പൊ ഗൂഗിൾ ആണെങ്കിലും സെർച്ച് ചെയ്യുവാണെങ്കിൽ ആ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് സംഭവം കിട്ടും. അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് ലേൺ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് അത് കുറച്ചുകൂടെ സ്കൂളാണെങ്കിലും നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് കിട്ടും. അല്ലെങ്കിൽ ഇപ്പൊ ഈ ബുക്ക് തപ്പി അതൊക്കെ പാടാറുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ആപ്സ് വന്നുകൊണ്ട് അത് ഗൂഗിളിനെക്കാട്ടും നല്ല ചാറ്റ് ജിപിടി കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. ദിവസത്തിന്റെ പ്രത്യേകതയുണ്ട്. നാഷണൽ ടെക്നോളജി ഡേ. അപ്പം നമ്മൾ പല പല ടെക്നോളജികൾ നമ്മളിപ്പം ജീവിതത്തിൽ കാണുന്നുണ്ടല്ലോ. ഇന്റർനെറ്റ്, ഗൂഗിള്, ചാറ്റ് ജിപിടി, AI തുടങ്ങിയതെല്ലാം. അതിനൊരു അത്ഭുതമായിട്ട് തോന്നിയ ടെക്നോളജി ആണ്. അത്ഭുതമായിട്ടൊരു ടെക്നോളജിയുടെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഓരോ ദിവസവും കഴിയുന്നവർ ഓരോ ടെക്നോളജി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വരുന്ന ടെക്നോളജി തന്നെ വീണ്ടും വീണ്ടും അഡ്വാൻസ്ഡ് ആയിട്ട് അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഏറ്റവും തോന്നിയിട്ടുള്ള കാര്യം അത് ആക്ച്വലി നല്ലത് തന്നെയാണ്. പക്ഷേ അറ്റ് സെയിം ടൈം കുറേ ആൾക്കാരുടെ ജോലിയും പോയിട്ടുണ്ട്. ഈ VFX മേഖലയിൽ വന്നിരിക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ രീതിയിൽ. ഇപ്പോൾ ഹോളിവുഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു എൻ്റെ ഫ്രണ്ട്സോട് വർക്ക് ചെയ്യുന്നതുള്ളത് തന്നെ കൃത്യമായിട്ട് എനിക്കറിയാം. ഒരു സിനിമ വരുവാണെന്നുണ്ടെങ്കിൽ സ്റ്റണ്ട് കൊറിയോഗ്രാഫി ആണെന്നുണ്ടെങ്കിൽ ആഴ്ചകളോ മാസങ്ങൾ എടുത്ത് റിഹേഴ്സലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഇപ്പം ചാറ്റ് ജിപിടി അല്ല, ഒരു സോഫ്റ്റ്വെയർ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അതിനകത്ത് കൃത്യമായിട്ട് പ്രോംപ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഷോട്ട് ഏത് ആംഗിൾ വേണം ഏത് മൂവ്മെൻറ്റ് വേണം എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് കിട്ടുന്നു. കറക്റ്റ് വിഷ്വലൈസ് ചെയ്ത് നമുക്ക് കിട്ടുകയും ചെയ്യും. സോ അത് കാരണം കുറേ ആൾക്കാരുടെ പണി പോകുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് ഇലോൺ മസ്ക് ഒരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, AI ഈസ് ഫാർ മോർ ഡേഞ്ചറസ് ദാൻ യു ഇമാജിൻ എന്ന് പറഞ്ഞത്. അത് കറക്റ്റ് കാര്യമാണ്. നേരത്തെ കണ്ടെന്നുള്ളതാണ്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ടറിയാവുന്ന നാഷണൽ ടെക്നോളജി ഡേ. ടെക്നോളജി ഡേയിൽ നമ്മളിപ്പം പല ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അതിലേത് ടെക്നോളജി ഏറ്റവും അധികം യൂസ്ഫുൾ ആണെന്ന് തോന്നിയിരിക്കുന്നത്? സ്റ്റുഡൻസിന്റെ ഒരു ഒപ്പീനിയൻ എടുക്കണം. തന്നെയാണ്. അപ്പൊ നമ്മുടെ കുട്ടികളുടെ അഭിപ്രായം എല്ലാവരും കേട്ടല്ലോ. ഓരോ സെക്കൻഡിലും നമ്മുടെ ടെക്നോളജി ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു സൈഡിൽ കൂടെ പറയുകയാണെങ്കിൽ അതിന് നല്ലൊരു കാര്യമുണ്ട്, മറു സൈഡിൽ അതിനൊരു മോശപ്പെട്ട ഒരു കാര്യം വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം.